നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂൺ മാസം 1-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്കൂൾ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് നാളെ മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതവും സുഗമവുമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായാണ് ഗതാഗത നിയന്ത്രണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സ്കൂൾ സോണുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഗതാഗത തടസ്സം ഉണ്ടാകാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിർത്തി കുട്ടികളെ ഇറക്കേണ്ടതും തിരികെ കയറ്റി കൊണ്ടുപോകേണ്ടതുമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപമുള്ള റോഡുകളിലും പരിസര റോഡുകളിലും വാഹന പാർക്കിംഗ്, വഴിയോര കച്ചവടങ്ങൾ എന്നിവ അനുവദിക്കുന്നതല്ല. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഫിറ്റ്നസ് പെർമിറ്റ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതും നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിച്ചിരിക്കേണ്ടതും നിയമപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടതുമാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്തെ മിൽമ പാലിന്റെ പുതുക്കിയ വില തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. മിൽമ പുറത്തിറക്കുന്ന തൈര്, മോര് അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കും. വെണ്ണ, നെയ്യ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ജനുവരിയിൽ വില വർദ്ധിപ്പിച്ചതിനാൽ പുതുക്കിയ നിരക്ക് ബാധകമാകില്ല. ക്ഷീര കർഷകർക്ക് 3 രൂപ 33 പൈസ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ വർധനവ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അനുമതിയോടെ കഴിഞ്ഞ തവണ ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗമാണ് വില വർധനവിന് അംഗീകാരം നൽകിയത്. കാലി വളർത്തലുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളിലും കുറഞ്ഞത് 50% വർധനവുണ്ടെന്നിരിക്കെയാണ് 4 വർഷത്തിന് ശേഷം 1 ലിറ്റർ പാലിന് വെറും 4 രൂപ മാത്രം കൂട്ടിയത്. 1 ലിറ്റർ പാലിന് വെറും 4 രൂപ മാത്രം കൂട്ടിയത് നിരാശാജനകമാണെന്നും ക്ഷീര കർഷകർ പറയുന്നു. കാലിത്തീറ്റ കമ്പനികൾ വില കുത്തനെ വർദ്ധിപ്പിച്ചു. കർഷകർ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ കാലിത്തീറ്റ വില 40 രൂപ വർദ്ധിപ്പിച്ച് 1540 രൂപയായത് കഴിഞ്ഞ മാസമാണ്. 50 രൂപ വർദ്ധിച്ച് ഗോതമ്പ് തവിട് വില 1500 രൂപയായി. പാൽ വില വർദ്ധിപ്പിച്ചുവെന്ന കാരണത്താൽ കാലിത്തീറ്റ വില വീണ്ടും വർദ്ധിക്കുമെന്ന ഭയവും കർഷകർക്കുണ്ട്. അല്പം വിലക്കുറവിൽ മിൽമയുടെയും കേരള ഫീഡ്സിന്റെയും കാലിത്തീറ്റ ലഭ്യമാണെങ്കിലും സുലഭമായി ലഭിക്കാത്തതും മുൻകൂർ പണമടച്ചാൽ മാത്രം ലഭിക്കുകയുള്ളൂ എന്നതും തിരിച്ചടിയാകുന്നതായി ക്ഷീരസംഘം ഭാരവാഹികൾ പറയുന്നു. ഏർപ്പെടുത്തിയിരുന്ന ഇന്ധന കയറ്റുമതി തീരുവയിൽ കേന്ദ്ര സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചു. ആഗോള വിപണിയിലെ ഇന്ധന വിലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്താണ് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ഉത്തരവ് പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 3 രൂപയിൽ നിന്ന് 1.5 രൂപയായും ഡീസലിന്റേത് 16.5 രൂപയിൽ നിന്ന് 13.5 രൂപയായും കുറച്ചു. വിമാന ഇന്ധനത്തിന് 16 രൂപയിൽ നിന്നും ലിറ്ററിന് 9.5 രൂപയായാണ് കുറവ് വരുത്തിയത്. 2026 മാർച്ച് 27-നാണ് ആഭ്യന്തര വിപണിയിലെ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി സർക്കാർ ഇത്തരം അധിക തീരുവകൾ ഏർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയും ഇന്ത്യയിലെ നിരക്കും ഏകദേശം തുല്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇളവുകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, 2 മാസത്തെ റേഷൻ ഒന്നിച്ച് നൽകുന്നത് നിർത്തി സംസ്ഥാനം. ഏപ്രിൽ മെയ് മാസത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് നേരിട്ട് നൽകിയപ്പോൾ താലൂക്കുകളിലും വിതരണം താളം തെറ്റിയിരുന്നു. ഇതോടെ ജൂൺ മുതൽ മുൻപത്തേത് പോലെ തന്നെ 1 മാസത്തെ റേഷനാവും വിതരണം ചെയ്യുക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരാണ് 3 മാസത്തെ റേഷൻ ഒന്നിച്ച് നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത്. റേഷൻ കടകളുടെ സംഭരണശേഷി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ഇത് 2 മാസമാക്കി. എന്നിട്ടും വിതരണത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഇതോടെയാണ് 1 മാസം എന്ന രീതി തുടരാൻ തീരുമാനിച്ചത്. അതേസമയം നീല കാർഡിനുള്ള അധിക വിഹിതവും നിർത്തി. പതിവ് റേഷൻ വിഹിതത്തിന് പുറമെ ഏപ്രിൽ മാസത്തിൽ 2 കിലോയും മേയിൽ 3 കിലോയും അരി അധിക വിഹിതം നീല കാർഡിന് ലഭിച്ചിരുന്നു. ഇതാണ് നിർത്തിയത്. ജൂൺ മുതൽ പതിവ് റേഷൻ മാത്രമേ നീല കാർഡ് ഉടമകൾക്ക് ലഭിക്കൂ. എന്നാൽ ആട്ട വിഹിതം തുടരും. പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് 4 പാക്കറ്റ് വരെ ആട്ട സ്റ്റോക്കിനനുസരിച്ച് ലഭിക്കും. മഞ്ഞ കാർഡിന് 3 പാക്കറ്റും ലഭിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, അന്താരാഷ്ട്ര തലത്തിലെ ഹോർമോസ് പ്രതിസന്ധിയെ തുടർന്ന് രാജ്യത്തെ LPG ഉപഭോഗം കുറയ്ക്കുന്നതിനായി കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ.
പൈപ്പ് ലൈൻ വഴി പാചകവാതകം ലഭിക്കുന്ന ഉപഭോക്താക്കൾ തങ്ങളുടെ LPG സിലിണ്ടറുകൾ തിരികെ നൽകേണ്ടി വരും. ഗാർഹിക LPG കണക്ഷനുകളുടെ ദുരുപയോഗം തടയുന്നതിനായി ഒരേ വിലാസത്തിൽ ഇരട്ട കണക്ഷനുകൾ ഉള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ എണ്ണ കമ്പനികൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ ചട്ടം പ്രകാരം ഒരു കണക്ഷൻ മാത്രം. പുതിയ നിയമപ്രകാരം ഒരേ വിലാസത്തിൽ LPG, PNG കണക്ഷനുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. അവസാന തീയതി ജൂൺ 30 ആണ്. PNG സൗകര്യമുള്ള പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ നിശ്ചിത കാലാവധിക്കുള്ളിൽ പൈപ്പ് ലൈൻ കണക്ഷനിലേക്ക് മാറണം. ഇതിനുള്ള സമയപരിധിയാണ് ജൂൺ 30 അവസാനിക്കുന്നത്. അതിനുള്ളിൽ മാറിയില്ല എങ്കിൽ നിലവിലുള്ള LPG കണക്ഷൻ സസ്പെൻഡ് ചെയ്യാനോ വിച്ഛേദിക്കാനോ ആണ് സർക്കാർ തീരുമാനം. PNG കണക്ഷൻ ആക്ടിവേറ്റ് ആയി 30 ദിവസത്തിനുള്ളിൽ LPG സിലിണ്ടർ ഒഴിവാക്കണം. സിലിണ്ടർ സറണ്ടർ ചെയ്യുമ്പോൾ നൽകുന്ന വൗച്ചർ ഉപയോഗിച്ച് ഭാവിയിൽ PNG സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് താമസം മാറുകയാണെങ്കിൽ LPG കണക്ഷൻ പുനഃസ്ഥാപിക്കാനും സാധിക്കും. ബുക്കിംഗുകൾ തടയും. PNG ഉപയോഗിക്കുന്ന കുടുംബങ്ങളുടെ ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ച് ഈ മാസം മുതൽ അവർക്കുള്ള LPG സിലിണ്ടർ ബുക്കിംഗുകൾ സ്വീകരിക്കരുതെന്നും സിലിണ്ടറുകൾ റീഫിൽ ചെയ്ത് നൽകരുതെന്നും എണ്ണ കമ്പനികൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഇന്ദിരാ ഗ്യാരണ്ടികളുമായി മുന്നോട്ടെന്നും ലഹരിക്കെതിരെ വിട്ടുവീഴ്ച ഇല്ലെന്നും പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെന്നും വെല്ലുവിളികളെ അവസരമാക്കി മാറ്റുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകും. പൊതു സ്വകാര്യ മേഖലയിൽ സ്ത്രീകൾക്ക് 6 മാസം വരെ പ്രസവ അവധിയാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ജൂൺ മാസത്തിലാണ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ തീർച്ചയായും 19-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. 19-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കുള്ള ആ ഒരു തുകയുടെ നീക്കിയിരിപ്പിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും. അതിനുശേഷം ആ ഒരു മാസത്തിന്റെ അവസാന വാരത്തിലായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിതരണം ഉണ്ടാവുക. നിലവിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് 2000 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.